അപ്പോൾ ഇനി നിങ്ങളുടെ ബുക്കിലോട്ട് നോക്കുക. ബുക്കിലോട്ടും ഞാൻ ഈ പറയുന്നത് കൂടെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ എഴുതിയിട്ടിരിക്കുന്നത് ആദ്യം ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റീസ് ആണ്. അതിൻ്റെ താഴെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ ഷെയർ ക്യാപിറ്റലുണ്ട്. ഇപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന ഷെയർ ക്യാപിറ്റൽ, അവിടെ ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ തുക എഴുതണം. അപ്പോൾ ഇവിടെ എച്ച് ലിമിറ്റഡിൻ്റെയും എസ് ലിമിറ്റഡിൻ്റെയും ഷെയർ ക്യാപിറ്റലുണ്ട്. 10 ലക്ഷമുണ്ട്, 5 ലക്ഷമുണ്ട്. ഇവിടെ ഷെയർ ക്യാപിറ്റലായിട്ട് നമ്മൾ എടുക്കുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമേ ഷെയർ ക്യാപിറ്റൽ എടുക്കത്തുള്ളൂ. സബ്സിഡറിയുടെ ഷെയർ ക്യാപിറ്റൽ നമ്മൾ കൺസിഡർ ചെയ്യില്ല. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതെടുക്കാത്തതിൻ്റെ കാര്യം, ഈ 5 ലക്ഷം രൂപ എസ് ലിമിറ്റഡിൻ്റെ സബ്സിഡറി കമ്പനിയുടെ ലയബിലിറ്റി സൈഡിലും കിടപ്പുണ്ട്. അതേസമയം ഹോൾഡിംഗ് കമ്പനിയുടെ അസറ്റ് സൈഡിലും കിടപ്പുണ്ട്. ഇത് തമ്മിൽ അങ്ങ് ചാലിയായിപ്പോൾ 5 ലക്ഷം എടുക്കാത്തതിൻ്റെ ഒരു റീസൺ അതാണ്. എവിടെ കിടപ്പുണ്ട്? ഈ 5 ലക്ഷം രൂപ ഹോൾഡിംഗ് നമ്മുടെ സബ്സിഡറി കമ്പനിയായ എസ് ലിമിറ്റഡിൻ്റെ ലയബിലിറ്റി സൈഡിലും, ഇതേ 5 ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് എവിടെയാണ്? ഹോൾഡിംഗ് കമ്പനിയുടെ അസറ്റ് സൈഡിലും കിടപ്പുണ്ട്. ഇപ്പോൾ 2 സൈഡിൽ ഈ സാധനം കിടപ്പുണ്ട്. ഒരു സൈഡിൽ ഒരു കമ്പനിയുടെ ലയബിലിറ്റി സൈഡിലും ഒരു കമ്പനിയിലെ അസറ്റ് സൈഡിൽ 5 ലക്ഷം രൂപ കിടപ്പുണ്ട്. രണ്ടും സെയിം സാധനം. അപ്പോൾ ഇത് തമ്മിൽ വെട്ടിയങ്ങ് പോകും. അതുകൊണ്ടാണ് നമ്മളിത് എടുക്കാത്തത്. അപ്പോൾ ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രം എടുത്താൽ മതി? ഹോൾഡിംഗ് കമ്പനിയുടെ 10 ലക്ഷം രൂപ എടുത്ത് എഴുതി, അതാദ്യം എടുത്ത് എഴുതുക. ഷെയർ ക്യാപിറ്റലിൻ്റെ നേരെ 10 ലക്ഷം. ഇനി അടുത്ത ഐറ്റം എന്തോ കിടക്കുന്നത്? റിസർവ് ആൻഡ് സർപ്ലസ്. ക്വസ്റ്റ്യന് റിസർവ് ആൻഡ് സർപ്ലസ് ഉണ്ടോ എന്ന് നോക്കുക. ലയബിലിറ്റി സൈഡിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടോ എന്ന് നോക്കുക. റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറഞ്ഞ ഐറ്റം ഇല്ല. അപ്പോൾ നില്ലെന്നിടണം. നിൽ, സാധനം ഇല്ല, നിൽ. ഇനി അടുത്ത എന്തുവാണ്? മൈനോറിറ്റി ഇൻട്രസ്റ്റ്. 100% ഹോൾഡിംഗ് കമ്പനിയിൽ മൈനോറിറ്റി ഇൻട്രസ്റ്റ് വരില്ല, അവിടെയും നില്ലെന്നിടുക. അടുത്ത എന്തുവാണ്? നിങ്ങളുടെ നോട്ട്ബുക്ക് വേണം നോക്കാൻ. അടുത്തെന്തോ നോട്ട്ബുക്ക് കിടക്കുന്നത്? കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ അവർ ലയബിലിറ്റീസ് തന്നെയാണ് കറണ്ട് ലയബിലിറ്റി. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? അതർ കറണ്ട് ലയബിലിറ്റി തന്നെയാണ്. അതർ ലയബിലിറ്റീസ് തന്നെയാണ് കറണ്ട് ലയബിലിറ്റി. എത്രയൊക്കെയാണ്? 2 ലക്ഷമുണ്ട്, 50,000 ഉണ്ട്. അത് തമ്മിൽ കൂട്ടി അങ്ങ് എടുക്കണം. 2,50,000. ഓക്കെ, ഇനി വല്ലതും ഉണ്ടോ? അപ്പോൾ അതെല്ലാം കൂടെ അങ്ങ് ടോട്ടൽ ചെയ്യുക. ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടും. ഒന്ന് ടോട്ടൽ ചെയ്തേ. അപ്പോൾ ഇത്രേ പറഞ്ഞോളൂ. ആ ഫോർമാറ്റ് പ്രകാരം ഐറ്റംസ് എഴുതുക. അതിനുശേഷം ക്വസ്റ്റ്യൻ നോക്കണം. ക്വസ്റ്റ്യൻ നോക്കി ഓരോന്നായിട്ട് എഴുതണം. അപ്പോൾ ആദ്യം ഫോർമാറ്റ് കാണാതെ എഴുതി ഇട്ടിരിക്കണം. ഫോർമാറ്റ് കാണാതെ എഴുതി ഇട്ടതിന് ശേഷം മാത്രമേ ക്വസ്റ്റ്യനിലേക്ക് പോകാവുള്ളൂ. ആദ്യത്തെ ഐറ്റം എന്തുവാ? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിൻ്റെ താരം ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ ഹോൾഡിംഗ് കമ്പനിയുടെ മാത്രമേ എഴുത്തുള്ളൂ. അടുത്ത റിസർവ് ആണ്. ക്വസ്റ്റ്യന് ഉണ്ടോ എന്ന് നോക്കി, ഇല്ല, അതുകൊണ്ട് അവിടെ നില്ലെന്ന് ഇട്ടു. അടുത്ത മൈനോറിറ്റി ഇൻട്രസ്റ്റ് ആണ്. ഈ പ്രോബ്ലത്തിൽ അത് വരില്ല, കാര്യം 100% ഹോൾഡിംഗ് കമ്പനി സബ്സിഡറി കമ്പനിയാണ്ട് അത് വരത്തില്ല, അത് നില്ലെന്ന് ഇട്ടു. പിന്നെ ഉള്ളതെന്ന് പറയുമ്പോൾ കറണ്ട് ലയബിലിറ്റി ആണ്. കറണ്ട് ലയബിലിറ്റി എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ആപ്പടെ വന്നിരിക്കുന്ന അതർ ലയബിലിറ്റി ആണ്. ഇത് തന്നെയാണ് കറണ്ട് ലയബിലിറ്റി. 2,50,000 കൂട്ടി 2,50,000 ടോട്ടൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലയബിലിറ്റി ടോട്ടൽ കിട്ടും. അത്രയും ചെയ്ത് നോക്കി. ഇനി നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോവാം. അസറ്റ് സൈഡിൽ നിങ്ങൾ ആദ്യം എഴുതിയിരിക്കുന്നത് എന്തുവാ? നോൺ കറണ്ട് അസറ്റ്. അതിൻ്റെ താഴെ ഫിക്സഡ് അസറ്റ്, ടാൻജിബിളും ഇൻടാൻജിബിളും. പിന്നുള്ളത് കറണ്ട് അസറ്റുമാണ്. അപ്പം നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കുമ്പോൾ സൺട്രി അസറ്റ് മാത്രമേ വന്നിട്ടുള്ളൂ. ഒറ്റ പേരിഞ്ഞ് തന്നേക്കുക. അത് സൺട്രി അസറ്റ് എന്ന് പറയുമ്പോൾ അത് ഫിക്സഡ് അസറ്റ് ആണെന്നോ കറണ്ട് അസറ്റ് ആണെന്നോ ഫിക്സഡ് അസറ്റിനെ ടാൻജിബിൾ ആണെന്നോ ഇൻടാൻജിബിൾ ആണെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. സൺട്രി അസറ്റ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. എന്ത് മാത്രമേ തന്നിട്ടുള്ളൂ? സൺട്രി അസറ്റ് എന്ന് മാത്രമേ തന്നിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ആൻസറിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്തൊക്കെയാണ്? അസറ്റ് എന്തൊക്കെയാണ്? നോൺ കറണ്ട് അസറ്റും പിന്നെന്തുവാ അതിനകത്ത് ഫിക്സഡ് അസറ്റ്, ടാൻജിബിൾ, ഇൻടാൻജിബിൾ, കറണ്ട് അസറ്റ് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളത് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇതിനെ നമ്മളങ്ങ് ടാൻജിബിൾ അസറ്റ് അങ്ങ് അസ്യൂം ചെയ്യും. എന്തായിട്ട് അസ്യൂം ചെയ്യും? ടാൻജിബിൾ അസറ്റ്. ഏത് അസറ്റാണ്? അസറ്റിനകത്ത് ഏത് അസറ്റായിട്ട് അസ്യൂം ചെയ്യും? ഫിക്സഡ് അസറ്റിൽ ഏതായിട്ട് അസ്യൂം ചെയ്യും? അപ്പോൾ ഈ 7 ലക്ഷവും 5,50,000 കൂടെ എന്തിൻ്റെ താഴെ എഴുതി വെക്കുക? അസറ്റിൻ്റെ താഴെ ആദ്യം എന്തോടൊപ്പമുണ്ട്? നോൺ കറണ്ട് അസറ്റ്. നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെയാണ് വരുന്നത്?
അപ്പോൾ അസറ്റിൻ്റെ താഴെ നമ്മൾ എഴുതിയിരിക്കുന്ന എന്തുവാണ് നോൺ കറണ്ട് അസറ്റാണ്. നോൺ കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ അതിലെന്തുവാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിനകത്ത് നമുക്ക് തുക എഴുതാൻ പറ്റുന്ന 2 സാധനങ്ങളേ ഉള്ളൂ. ഏതൊക്കെയാണ്? ടാൻജിബിളും ഇൻടാൻജിബിളും. അപ്പോൾ ഈ സൺട്രി അസറ്റ് നമ്മൾ എന്തായിട്ടങ്ങ് അസ്യൂം ചെയ്യുകയാണ്, ഇത് ടാൻജിബിൾ അസറ്റായിട്ടങ്ങ് അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യണം? ഈ 7 ലക്ഷവും 5,50,000 കൂട്ടി എത്ര? 12,50,000 ടാൻജിബിൾ അസറ്റിൻ്റെ താഴെ എഴുതണം. കാര്യം നോൺ കറണ്ട് അസറ്റും ഫിക്സഡ് അസറ്റിൻ്റെ താഴെ അവൻ്റെ നേരെ നമുക്ക് എമൗണ്ട് ഒന്നും എഴുതാനില്ല. കാര്യം നോൺ കറണ്ട് അസറ്റിനകത്തുള്ളതാണ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിനകത്ത് തുക എഴുതാൻ പറ്റുന്ന 2 ഐറ്റം ഉള്ളത്, ടാൻജിബിളും ഇൻടാൻജിബിളും. അപ്പോൾ ടാൻജിബിൾ അസറ്റാണ് ഏതായിട്ട് എടുക്കുന്നു? 12,50,000 എടുക്കുന്നു. എഴുതാൻ വരട്ടെ. ഇൻടാൻജിബിൾ അസറ്റ് ഉണ്ടല്ലോ, അവിടെ എമൗണ്ട് ഇല്ലല്ലോ, അവിടെ നില്ലെന്നിടുക. ഇൻടാൻജിബിൾ അസറ്റ് ഇല്ല, നില്ലെന്നിടുക. അടുത്തെന്തുവാ? കറണ്ട് അസറ്റാണ്. കറണ്ട് അസറ്റ് ക്വസ്റ്റിന് തന്നിട്ടില്ലേ, അത് നില്ലെന്നിടുക. അപ്പോൾ സൺട്രി അസറ്റിന് മാത്രമായിട്ട് ക്വസ്റ്റിന് തരികയാണെങ്കിൽ അത് നമ്മൾ എവിടെ എഴുതുക? ടാൻജിബിൾ അസറ്റിൻ്റോട്ട് എഴുതുക, ബാക്കി എല്ലായിടത്തും നിന്നിടുക. എന്നിട്ട് എല്ലാം ടോട്ടൽ ചെയ്യുക, 2 സൈഡ് ഈക്വലാവും. അപ്പോൾ ഇതിൻ്റെ ബേസ് എന്ന് പറയുമ്പോൾ ഈ ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് എഴുതി ഇടാൻ പറയുന്ന കാര്യം, ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നു സാറേ ഇതിൻ്റെ ആവശ്യമുണ്ട്, ഈ ഫോർമാറ്റ് ആദ്യം ഇത്ര എഴുതി ഇട്ടിട്ട് ഈ ക്വസ്റ്റ്യനിലുള്ളത് വെച്ച് മാത്രം ആൻസർ ചെയ്താൽ പോലും നിങ്ങൾക്ക് ചിന്തിക്കാം, നിങ്ങൾക്ക് തോന്നാം അങ്ങനെ. പക്ഷേ അങ്ങനെയല്ല, ഈ ഫോർമാറ്റ് ആദ്യം എഴുതിയിടണം. ഫോർമാറ്റ് എഴുതിയിട്ട് നമ്മളിങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മുടെ പ്രോബ്ലം എവിടെയെങ്കിലുമൊക്കെ തെറ്റിയാൽ പോലും ഈ ഫോർമാറ്റിൻ്റെയും നമ്മൾ ഇത്രയും ചെയ്തതിൻ്റെയും കൂടെ മാർക്കിഞ്ഞ് വരും. മനസ്സിലായി? അപ്പം നോക്കുന്ന അധ്യാപകൻ വിചാരിക്കും ഇത് ബുദ്ധിയുള്ള കുട്ടിയാണ്. നമുക്കേ അറിയാം നിങ്ങൾ മന്ദബുദ്ധികളാണ്. മനസ്സിലായോ? പക്ഷെ നോക്കുന്ന അധ്യാപകൻ വിചാരിക്കും ഇത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടിയാണ്, നില്ലെന്നൊക്കെ ഇട്ട് എഴുതി വയ്ക്കുന്നു, മിടുക്ക കുട്ടിയാണെന്ന് വിചാരിക്കും. അപ്പം നിങ്ങൾ നോക്കുന്ന അധ്യാപകരുടെ മുമ്പിൽ നിങ്ങളെ മിടുക്കരാക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യിക്കുന്നത്. ഓക്കെ.